പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഗ്രേപ്സിനൊന്നും അധികം വിലയൊന്നും ഇല്ലാത്ത ടൈമാണ്. മരുന്നൊക്കെ അടിച്ച് വരുന്ന കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇത് കുറേ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ പൈപ്പിൻ്റെ ചോട്ടിൽ തന്നെ വെച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ കുറച്ച് സമയം ഇടണം. ഇടുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുത്ത് അതും കഴിഞ്ഞാണ് കഴുകിയെടുക്കുമ്പം അതിൻ്റെ തണ്ടെല്ലാം വേർപെടുത്തി കളഞ്ഞ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് നേരെ മിക്സിയിലിട്ട് അടിച്ചല്ല, തിളപ്പിച്ചിട്ടാണ്. വെള്ളം ബോയിൽ ചെയ്യാനുള്ള വെള്ളത്തിലേക്ക് ഞാൻ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് തിളച്ച് വരണം. ഒരുപാട് വെള്ളം നമ്മൾ ആദ്യമേ വെക്കരുത്. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിന് ശേഷം വെള്ളം ചേർത്താൽ മതി. ഇപ്പം മുന്തിരി ഒന്ന് വെന്ത് പൊട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു കുറച്ച് പീസ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് പിന്നെ കാണിക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അതിന് മുന്നേ ഞാൻ അതിലേക്ക് ഒരു ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 പീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് മുന്തിരിയുടെ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗ്രാമ്പു ഇടുന്നത് നല്ല ഒരു ഫ്ലേവറാണ്. അതേപോലെ തന്നെ ഷുഗറും ചേർത്ത് കൊടുക്കണം. ഷുഗർ നമ്മൾ ചേർക്കുമ്പോൾ മുന്തിരിക്കയുടെ പുളിയൊക്കെ അനുസരിച്ച് നമ്മുടെ മധുരമൊക്കെ നോക്കി വേണം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഞാനിത് ഈ തിളച്ച് വരുന്നത് ഓഫ് ചെയ്യുക. കാരണം മുന്തിരിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ജ്യൂസ് ആക്കുന്നത്. ഇപ്പം നമ്മുടെ മുന്തിരി ബോയിൽ ചെയ്ത് വെച്ചത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു സ്പൂണും കൊണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അരിപ്പയിലിട്ട് അരിക്കുമ്പം തന്നെ ശരിക്കും അത് നമുക്ക് കംപ്ലീറ്റിങ് പോരും അതിൻ്റെ ജ്യൂസ്. മിക്സിയിലൊന്നും ഇത് അടിക്കുക വേണ്ട. നമ്മളിങ്ങനെ മിക്സിയിൽ അടിക്കാതെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഗ്രേപ്സിൻ്റെ സീഡൊന്നും നമുക്ക് ഒരു കമർപ്പായിട്ട് വരാതിരിക്കും. അതിനാണ് ഞാനിങ്ങനെ തിളപ്പിച്ച് അരിച്ച് എടുക്കുന്നത്. ഇത് കണ്ടോ, എല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അത്രയും ഗ്രേപ്സിൻ്റെ ഇതിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുറച്ചേ ഉള്ളൂ. ബാക്കി മുഴുവനും നമുക്ക് ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല നല്ല തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കരുത്. ഇനി മധുരം ഒന്ന് നോക്കുക. മധുരം കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ചേർക്കണം. അതിന് ശേഷം തണുത്ത വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഞാനൊരു ജാറിൽ വെക്കും. എന്നിട്ട് ഇത് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത്. നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ബോട്ടിലൊക്കെ എടുത്ത് കറക്റ്റ് പരുവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ, പതഞ്ഞ് വരുന്നുണ്ട്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പതഞ്ഞ് നമുക്ക് കിട്ടത്തില്ല. ഇനി ഇത് ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ജ്യൂസായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിക്കുക, അതിൻ്റെ കളറ് തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി അത് ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കമൻസ് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫുള്ള് ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഗ്രേപ്സ് മാറ്റി വെച്ചില്ലായിരുന്നോ, അത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ മുന്തിരി ഒന്ന് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ് ഒന്നുകൂടെ ഒന്ന് തണുത്ത് ജ്യൂസ് ഒന്ന് ടേസ്റ്റി ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്രേപ്പ് ജ്യൂസ് 2-3 പീസ് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയ ഗ്രേപ്പ് ജ്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe
ഷാജീസ് കിച്ചൺ മലബാർ.